നമസ്കാരം. ആ കാഫിർ സ്ക്രീൻഷോട്ട് അറസ്റ്റ് നാടകം പൊളിഞ്ഞിട്ടുണ്ട്. അധികാരമേറ്റതിന് ശേഷം സംഘപരിവാറിന് മുന്നിൽ മേനോൻ മുഖ്യമന്ത്രിയും ലീഗ് മന്ത്രിമാരെല്ലാം മുട്ടിലെഴയുന്നത് നാട് നീളെ പരക്കെ ചർച്ച ചെയ്യുമ്പോൾ വലിയ വിമർശനം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ നൈസായിട്ട് ആ ചർച്ചയൊന്ന് വഴിമാറ്റിവിടാൻ ഞങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇതാ SITയുടെ ആദ്യ അറസ്റ്റ്. ഒരാളെ വിളിച്ചു വരുത്തുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നാലെ വാർത്താ കോലാഹലമാക്കിക്കൊണ്ട് ഇന്നലകളിൽ ഈ സംഘപരിവാറിന്റെ മുട്ടിലെഴഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഗ് നേതാക്കന്മാരും അല്ലെങ്കിൽ ലീഗ് മന്ത്രിമാരും മേനോൻ മുഖ്യമന്ത്രിമാരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രവർത്തനം ആ ചർച്ചയിൽ നിന്ന് എല്ലാം വഴിമാറണം, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒറ്റ പ്രതികരണത്തോടു കൂടി സകലതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റാണ് ഇല്ല, നിലവിൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്തുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമ്മൾ സോഴ്സിലേക്ക് അതാ പറഞ്ഞ അത് പൂർണ്ണമായിട്ട് നമുക്ക് എത്താൻ ആയിട്ടില്ല. നമുക്കിതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടതുണ്ട്. ആര് നിർമ്മിച്ചു എന്നതിലേക്കല്ല നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ പ്രചരണത്തിലാണ്. ഇതിൽ പ്രചരണത്തിലും അതുപോലെ അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഈ നിർമ്മിച്ച ആളിലേക്ക് എത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെയുള്ള കേസ് 153 IPC പ്രകാരമുള്ള കേസാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. അതിൽ കൂടാതെ നമുക്ക് ഈ സയന്റിഫിക് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് തെളിവ് നശിപ്പിച്ചതിന്റെ വകുപ്പുകൾ പ്രചരിപ്പിച്ച വ്യക്തിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിതിൻ ഭാസ്കർ എന്ന വടകരയിലെ ഏരിയ കമ്മിറ്റി അംഗം. അദ്ദേഹത്തെ ഇത് ആദ്യമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചു എന്നുള്ളതാണ്. എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹമാണിത് നിർമ്മിച്ചു എന്നുള്ളതല്ല. അതായത് ഒരു പണം കിട്ടി, അദ്ദേഹം അതിനെ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഐഡിയിൽ നിന്നാണ് മറ്റേതോ ഗ്രൂപ്പിൽ ചെന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ, അല്ലാതെ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് അറസ്റ്റിലായ വ്യക്തിയല്ല എന്ന് കൃത്യമായി ആ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ്. അത് കണ്ടെത്താൻ വേണ്ടിയാണ് അറസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന് അറസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ചോദ്യം ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ സംഘപരിവാറിന് മുന്നിൽ വിധേയപ്പെട്ട് അവരുടെ കാൽപാദങ്ങളിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. PM ശ്രീ പദ്ധതി ആയിക്കോട്ടെ, MG സർവകലാശാലയിലെ VC നിയമനങ്ങളായിക്കോട്ടെ, അവിടുത്തെ സെനറ്റ് നിയമനങ്ങളായിക്കോട്ടെ, ഒപ്പം തന്നെ സംഘപരിവാറുകാർക്കെതിരെ വാ തുറക്കാൻ പറ്റാതെ അവരുമായി ഒരു ഏറ്റുമുട്ടലുമില്ലാതെ ഗവർണർ നടത്തുന്ന പ്രവർത്തനങ്ങളെയെല്ലാം അടിയാന്മാരെ പോലെ തന്നെ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്താൻ നിൽക്കുന്ന ലീഗ് മന്ത്രിമാർ, അറബിക്കടലിൽ കൊണ്ടുവന്ന് PM ശ്രീ ഒഴുക്കാൻ വന്ന ഷാജിമാരും കുഞ്ഞാപ്പമാരെല്ലാം മുട്ടിലെഴയുന്നവരാണെന്ന് നാട് കൃത്യമായി ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ ഒന്ന് ആ ചർച്ചയിൽ നിന്ന് വഴിമാറ്റണ്ടേ? അതിന് കയ്യിൽ അധികാരമുണ്ടല്ലോ, എന്ത് ചെയ്യാം? ആ കാഫിർ സ്ക്രീൻഷോട്ട് തട്ടിപ്പോക്ക് അതാകുമ്പോഴത്തേക്കും വികാരമുടനെ ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേരെ ആയിക്കോളും. ഇന്നലെ വരെ ഉറങ്ങിക്കിടന്ന കാര്യം, ഈ നാട്ടിൽ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതിയ MSFും യൂത്ത് ലീഗുകാരന്മാരൊക്കെ ഉടനെ സടകുടഞ്ഞ് എഴുന്നേറ്റ കാഴ്ച. ഈ ഒരു ആവേശം MG സർവകലാശാലയിലും മലയാള സർവകലാശാലയിലും VCമാരായിട്ട് സംഘപരിവാറുകാരെ നിയമിച്ച സന്ദർഭത്തിൽ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇന്നലെ പൊടുന്നനെ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തിന്? കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. ഇവരെ എല്ലാവരെയും അന്നും ചോദ്യം ചെയ്തിരുന്നവർ തന്നെയാണ്. ആ ചോദ്യം ചെയ്തവരിൽ ഒരു അറസ്റ്റ് എന്താണ്? ആദ്യം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ആദ്യ അറസ്റ്റ് എന്ന പേരിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച റേസ് ചെയ്തുകൊണ്ടുവന്ന് ഇന്നലകളിൽ ഞങ്ങൾ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലെഴഞ്ഞത് അതങ്ങ് മാറ്റിവിടണം, അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനമാണ്. ആ പ്രവർത്തനം അപ്പാടെ പാളിപ്പോയിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ആരാണോ പ്രചരിപ്പിച്ചത് അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അതായത് ഒരു കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ മത്സരിച്ച ശൈലജ ടീച്ചർക്കെതിരെ ക്ലിപ്പുണ്ടെന്ന് വരെ പ്രചരിപ്പിച്ച മഹാന്മാരാണ് ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ തൂങ്ങിയാടുന്നത്. ഏറ്റവും വലിയ അലവലാതിത്തരവും ഏറ്റവും വലിയ മോശത്തരവും അല്ലെങ്കിൽ ഏറ്റവും വലിയ തോന്നിവാസങ്ങളും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്കെതിരെ അവർ പറയാത്ത കാര്യങ്ങളെ വരെ ചാനലുകളുടെ കാർഡുകളിൽ അടിച്ചിറക്കി അവരെ ജനസമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചവർ ഒരു കാഫിർ സ്ക്രീൻഷോട്ടിൽ വൈകാരികത കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉടായിപ്പ് ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ട് സംഘപരിവാറിന്റെ മുട്ടിലെഴിയുന്നതോ പാദസേവ നടത്തുന്നതോ കാല് കഴുകി പാദപൂജ നടത്തുന്ന ലീഗ് മന്ത്രിമാരുണ്ടല്ലോ, അവരോളം വരില്ല ഈ കാഫിർ സ്ക്രീൻഷോട്ട്. കാര്യം അത്രമാത്രം ദയനീയമായിട്ടുള്ള പ്രകടനമാണ് സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലെഴഞ്ഞുകൊണ്ട് ലീഗ് മന്ത്രിമാർ കാണിക്കുന്നത്. അതായത് മേനോൻ മുഖ്യമന്ത്രി പറഞ്ഞുടനെ
അള്ളാഹുവിനെ വരെ കളഞ്ഞിട്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മഹാന്മാർ കാഫർ സ്ക്രീൻഷോട്ടിൽ പിടിച്ച് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നിങ്ങളെ നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കേവലം 1 മാസം കൊണ്ട് തന്നെ ഇവർ സംഘപരിവാറിന് വിധേയപ്പെട്ടവരാണ്. ഈ നാട്ടിൽ സംഘപരിവാറിന് പരവതാനി വിരിച്ച് അവരെ കാവ്യവൽക്കരണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അടിമകളായിട്ടുള്ള അഭിപ്രായങ്ങളില്ലാത്ത ഒരു മന്ത്രിസഭയാണ് മേനോന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിന്റെ ചർച്ച വഴിതിരിച്ചിടാൻ നടത്തിയ ആ നാടകീയമായിട്ടുള്ള നീക്കം അപ്പാടെ പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് റിയാലിറ്റി.